ഇങ്ങനെ നിരന്തരം എല്ലാ തലങ്ങളിലും കേരളത്തെ അപമാനിക്കുകയാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്താണ് അതിൻ്റെ വസ്തുതയായ ഒരു മാധ്യമപ്രവർത്തകന് പറയാനുള്ളത്? ഒപ്പം ഇതിനെതിരായ ഒരു പൊതുസമരം കേരളത്തിൻ്റെ യോജിച്ച് വേണ്ടേ? അവിടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം ദുർബലമാകുമോ? ഇത് അജിംഷാദ്, ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഇപ്പോൾ മറ്റേ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എല്ലാവരും പറഞ്ഞ വിഷയമാണ്. എങ്കിലും അതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് VGF-ലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ്? കനിമൊഴി ഗംഭീരമായത് പറഞ്ഞു. അവർ പറഞ്ഞൊരു വാചകമുണ്ട് കേട്ടോ, അത് ശ്രദ്ധേയമായൊരു വാചകമാണ്. ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെ പുറത്ത് നിർത്തുക, അതാണ് ഞങ്ങളോട് ചെയ്യുന്നത്. ആരോട്? തമിഴ്നാടിനോട് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഗംഭീരമായി ചെയ്യുന്നു, ജനങ്ങൾ അതിനോട് താല്പര്യം പുലർത്തുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു തരുന്നില്ല. ഞങ്ങളോട് കാണിക്കുന്ന അതേ മനോഭാവമാണ് തൊട്ടയൽ സംസ്ഥാനമായ കേരളത്തോടും കാണിക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞത്. ഉടനെ കോക്രി കാണിക്കുകയാണ് അവിടെ ഇരുന്ന് സുരേഷ് ഗോപി ചെയ്യുന്നത്. അപ്പോൾ ഉടനെ കനിമൊഴി അതിന് മറുപടിയും പറഞ്ഞു, ഇതാണ് സർ, നിങ്ങളുടെ സർക്കാർ ഞങ്ങളോടും അയൽ സംസ്ഥാനത്തോടും ചെയ്യുന്നത് താങ്കൾ കാട്ടുന്ന ഇതേ രീതിയിലുള്ള നടപടി തന്നെയാണ് എന്ന് വളരെ ശക്തിയായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? കേരളത്തിൽ നിന്ന് ഇപ്പോൾ 2 കേന്ദ്ര സഹമന്ത്രിമാരാണുള്ളത്. ഒന്ന് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി, 2 ജോർജ് കുര്യൻ എന്ന കേന്ദ്ര സഹമന്ത്രി. സുരേഷ് ഗോപിയുടെ നിരവധി ഇത്തരം പ്രകടനങ്ങളിലൂടെ ഞാൻ പലപ്പോഴും മുൻപും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ഭരത്ചന്ദ്രൻ എന്ന വേഷത്തിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോഴും അതുതന്നെയാണ് പറയുന്നത്. പക്ഷേ എത്രയോ മാന്യതയുണ്ടായിരുന്നു ഭരത്ചന്ദ്രൻ്റെ പ്രവർത്തികൾക്കും പെരുമാറ്റങ്ങൾക്കും സംഭാഷണങ്ങൾക്കും പോലും എന്ന് തോന്നിപ്പോകും. മറ്റൊന്ന്, ജോർജ് കുര്യൻ എന്ന മന്ത്രി എത്രയോ സുരേഷ് ഗോപിയേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ഉന്നത ശീർഷനായ ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിപ്പം കൂടുതൽ നമുക്ക് സ്വീകാര്യനാക്കുകയാണ് ചെയ്യുന്നത്. സുരേഷ് ഗോപി ഇങ്ങനെ വാ തുറക്കും തോറും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെ, ഇതുപോലുള്ള പ്രവർത്തികളിലൂടെയും കൂടുതൽ ജനങ്ങളുടെ മുമ്പിൽ ചുരുങ്ങി വരുമ്പോൾ അപമാനഭരിതമായി തലകുനിക്കേണ്ടി വരുന്നത്, ചൂളി ഉറഞ്ഞു പോകുന്നത് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത് തൃശ്ശൂരെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുന്നു. അത്രത്തോളം ജോർജ് കുര്യൻ്റെ മഹത്വം വർദ്ധിച്ചു വരുന്നതായി നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഞാൻ അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രകാശൻ മാസ്റ്ററും വസന്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ VGF എന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് പ്രധാനമായിട്ടും പറയാനുണ്ട്. കാരണം ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന പദ്ധതി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 2005 ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്താണ് ഈ പദ്ധതി തുടങ്ങുന്നത്. നാളിതുവരെയായി 238 പദ്ധതികളിലായി VGF കൊടുത്തത് 23,665 കോടി രൂപയാണ്. 23,665 കോടി രൂപ 2005 മുതൽ ഈ 2024 വരെയുള്ള കാലയളവിൽ. 2024 കൊടുത്തത് തൂത്തുക്കുടി തുറമുഖത്തിന് 1,112 കോടി രൂപ VGF ആയിട്ട് കൊടുത്തത്. ഇത് ഈ 23,665 കോടി രൂപയെന്ന് പറയുന്നത് 1.19 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റുകൾക്കാണ് ഈ VGF ഇത്രയും തുക, ഈ പറയുന്ന 23,665 കോടി രൂപ ഗ്രാൻഡായി കൊടുത്തിട്ടുള്ളത്. ഇതിൽ 1 രൂപ പോലും നാളിതുവരെ ലോണായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. VGF എന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഈ 2005 മുതൽ ഈ 2024 തൂത്തുക്കുടിക്ക് കൊടുത്തത് വരെ, ഔട്ടർ ഹാർബറിലാണ് അവിടെ കൊടുത്തത് 1,112 കോടി രൂപ, അതുവരെ കൊടുത്തത് 1 രൂപ പോലും ലോണല്ല. പിന്നെ എങ്ങനെയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേരളത്തിൽ വിഴിഞ്ഞത്തിന് മാത്രം ലോണാകുന്നത്? ഈ ഒരൊറ്റ കാര്യം മറുപടി പറഞ്ഞാൽ മതി വിഷ്ണു, അവിടെ പ്രശ്നം തീർന്നു. VGF-ൽ നിങ്ങൾ 2005 തുടങ്ങിയ ഈ പരിപാടിയിൽ, ഈ പദ്ധതിയിൽ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞല്ലോ 238 പ്രോജക്റ്റിൽ 238 പ്രോജക്റ്റുകൾക്കും കൊടുത്തത് ഗ്രാൻഡായിട്ടാണ്. ഒരു പൈസ തിരിച്ചടയ്ക്കേണ്ട. പേര് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് തന്നെയാണ്. അത് കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലുള്ള എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നതും. അവിടെ ഈ 1.19 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്കായി കൊടുത്തിട്ടുള്ളപ്പോൾ ഇവിടെ വിഴിഞ്ഞത്തിന് മാത്രം അത് 817.80 കോടി രൂപ നൽകുന്നത് അതുമാത്രം വായ്പയാണ്.
അതെന്ത് പിന്നെ പരിപാടിയാണെന്നുള്ളത് എന്താണ് കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത്? കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് തന്നെയാണല്ലോ എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക് ചുരുക്കി? ഇരിക്കുന്നത്. അജിംസെ അല്ല, അപ്പൊ ഇത് പറയട്ടെ, ഞാൻ എന്റെ ഊഴാണോ? പറഞ്ഞോളൂ. അല്ല, രാജ്യത്ത് വളരെ ഷാർപ്പായിട്ട് ഞാൻ ബാക്കിയൂടെ പറയാം. അതെ, ബിജു വിഷ്ണു, രാജ്യത്ത് വിവിധ തുറമുഖങ്ങളിൽ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ ഓരോ തുറമുഖത്തു നിന്നും നമുക്ക് മടങ്ങി വരുന്ന റിട്ടേൺസ് പലതരത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമാഴമുള്ള വിഴിഞ്ഞത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ വരുമാനമുണ്ട്. പക്ഷേ തൂത്തുക്കുടിയിലൊന്നും അത്രയും വലിയ വരുമാനമൊന്നും നമുക്ക് വരുന്നില്ല. കാരണം സ്വാഭാവികമായി ഒരുപാട് പ്രത്യേകതകളുള്ള വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന് വലിയ വരുമാനം വരുന്നുണ്ടെന്നേ. വായ്പകൾ കൊടുക്കുമ്പോൾ അവരുടെ തിരിച്ചടവിന്റെ ശേഷി, അവിടുത്തെ വരുമാനം തിരിച്ച് എങ്ങനെ ഉണ്ടാകും, ഇതെല്ലാം പരിശോധിച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. വിഴിഞ്ഞം വലിയ രീതിയിൽ വികസിക്കാൻ പോകുന്നു, വലിയ നേട്ടം ഉണ്ടാകാൻ പോകുമ്പോൾ അത് ഗ്രാന്റ് അല്ലാതെ കൊടുത്താൽ എന്താണ് പ്രശ്നം? കേന്ദ്ര സർക്കാർ ഓരോ വരുമാനം അല്ല, ഒരേ പണം കൊടുത്താൽ തിരിച്ചു വരുന്ന പണത്തിൽ വ്യത്യാസമുണ്ടെന്നേ. ചിലവഴിക്കുന്നതും വരുമാനത്തിനും വലിയ വ്യത്യാസമുണ്ട്. ഇത് രാജ്യമൊട്ടാകെ കൊടുക്കുന്നല്ലോ, ഓരോയിടത്തും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. VGF ഗ്രാൻഡ് ആണ്, ലോൺ അല്ല. ഇതാണ് തർക്കം.